കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കാനിടയായി തീർന്നു. തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലം കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, മുഖവുരയായിട്ട് ഒന്നും രണ്ടും വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി. പൗലൂസ് ഒരു ടീം പ്രവർത്തനം നടത്തുന്നു. അതിന്റെ ഉദാഹരണമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷ ഒരുക്കി തന്ന പിതാവായ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവിടെ ചേർന്നുള്ള പ്രവർത്തനം. അതുപോലെ തന്നെ നമ്മളൊരു രണ്ട് പദം കണ്ട് അവസാനിപ്പിച്ചു, കൃപയും ദൈവ സമാധാനവും എന്നുള്ളതിനെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. പിന്നെ ചില ആത്മീയ പാഠങ്ങൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് പഠിക്കാനിടയായി തീർന്നു. ഇന്ന് അതിന്റെ രണ്ടാമത്തെ വാക്യം തൊട്ട് ഉള്ള ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കും. 1-ാം അധ്യായം 2-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ സുവിശേഷ വേലയുമായി പൗലൂസ് ശ്ലീഹായുടെ 11 സ്വഭാവ ഗുണവിശേഷങ്ങൾ 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ താനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാണ് താനത് തുടങ്ങുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, അത് കാണാൻ സാധിക്കുന്ന പൗലൂസ് ശ്ലീഹായുടെ 1-ാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏണസ്റ്റ് പ്രയർ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏണസ്റ്റ് പ്രയർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാം, ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഉടമ. ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഉടമ. നിങ്ങൾ നോക്കിയേ, അവിടെ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ. അവിടെ ഒരു ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥന. അതിന്റെ ഗ്രീക്ക് ഭാഷയിലൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ വന്ന്. ആരൊക്കെയാണ് ഞങ്ങൾ എന്നുള്ളത് അവിടെ പദം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്റെ മറ്റുള്ള പലരും തനിക്ക് അതിനകത്തുണ്ട്. അവരെല്ലാം ചേർന്ന് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ആരംഭത്തിൽ പറഞ്ഞുകൊണ്ട് താൻ പറയുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മള് ഒന്നാമതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, താൻ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. പൗലൂസ് ശ്ലീഹായെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്, താൻ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ഞാന് തന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചപ്പോൾ മറ്റ് ലേഖനങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച 7 കാര്യങ്ങളോട് ഞാൻ അതിനകത്ത് സബ്പോയിന്റ് ആയിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകത എന്തായിരുന്നറിയോ? താന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് താൻ സമയം ഒത്തിരി കണ്ടെത്തിയ വ്യക്തിയാണ്. നമ്പർ 1, പേഴ്സണൽ പ്രയർ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതിന് ധാരാളം വേദഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും അതുപോലെ മറ്റു പല ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായ സർവനാമങ്ങൾ താൻ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ആത്മീയ പിതാവ് ഇങ്ങനെ പറയാനിടയായി തീർന്നു, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നു. പേര് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ഒരു ആത്മീയ പിതാവാണ്. അദ്ദേഹം പറഞ്ഞതാണ്, വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള സ്ഥലത്ത് പോയി ഷാർലറ്റിലെ അദ്ദേഹത്തിന്റെ ബില്ലി ഗ്രഹാം അസോസിയേഷനൊക്കെ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ. ഞാൻ ഒരു വാർത്ത വായിച്ചതാണ്, അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി BBC-യിലെ ജേർണലിസ്റ്റ് ഒന്നിച്ചുകൂടി ഷാർലറ്റ് എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു അറിയപ്പെടുന്ന ഹോട്ടലില് അവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ, താങ്കൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് താങ്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്, താങ്കളുടെ സ്വാധീനം ഞങ്ങളെ വളരെയധികം ആകർഷിക്കുന്നു, ഞങ്ങളൊരു മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾക്ക്
താങ്കളുടെ ഈ ജനസ്വാധീനത ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ ജനസ്വാധീനം എങ്ങനെയാണ് നടത്തുന്നത് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സാറിന് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവര് ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്ത് ജേർണലിസ്റ്റ് എല്ലാം ബുക്കും എല്ലാമായിട്ട് കടന്നു വന്ന് അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അന്നേരം ചോദിച്ചു, ആ ചോദ്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ വന്നു: സാർ, താങ്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ രഹസ്യം 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എല്ലാവരും പേപ്പറും പേന എല്ലാം എടുത്ത് എഴുതിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അന്നേരം അദ്ദേഹം പറഞ്ഞു, നമ്പർ 1, എന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി എൻ്റെ വൈഫ് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി എൻ്റെ സഭ പ്രാർത്ഥിക്കും. 2, അദ്ദേഹം വീണ്ടും പറഞ്ഞു, രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാൻ മറ്റൊന്നുമല്ല, പ്രാർത്ഥന. 3-ാമത്തെ കാര്യം അവരെല്ലാം വിചാരിച്ചു സംതിങ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണ്. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിജയം വേണോ, നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ബാറ്ററിയുടെ എനർജി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ പ്രെയർ വളരെ ആവശ്യമാണ്. നമ്മൾ അപ്പോസ്തലന്മാരെ കുറിച്ചും സഭാപിതാക്കന്മാരെ കുറിച്ചും സഭാചരിത്രത്തിലും അതുപോലെയുള്ള കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പഠിക്കുമ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവരൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്. അന്നേരം ഒന്ന്, തൻ്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് പേഴ്സണൽ പ്രെയറിന്റെ ഉടമസ്ഥനായിരുന്നു പൗലൂസ് എന്ന് കാണാൻ സാധിക്കുന്നു. 2, തൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയെ കുറിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് എന്നൊരു പദം, ഇംഗ്ലീഷിൽ ഏണസ്റ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനയിൽ സിൻസിയാരിറ്റി ഉള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന് മറ്റൊരു ഗ്രീക്ക് പദം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദം എന്ന് പറഞ്ഞാൽ അഗണോസോമൈ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗണോസോമൈ എന്ന പദത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചോ അതേപോലെയുള്ള പ്രാർത്ഥനയുടെ ഉടമസ്ഥനായിരുന്നു ആര്? പൗലൂസ് ശ്ലീഹ എന്ന് കാണാൻ സാധിക്കുന്നു. ഗെത്സമന തോട്ടത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് എനിക്കിപ്പം കടന്നു വരാൻ സമയമില്ല, എങ്കിലും ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ. താൻ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? വിയർപ്പെല്ലാം എന്തായി തീർന്നു? രക്തം അതുവഴി കടന്നു വരുന്ന രീതി. ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥനയുടെ ഉടമസ്ഥനായിരുന്നു പൗലൂസ് ശ്ലീഹ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 3, തൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത നമുക്കിവിടെ 2-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്ന വലിയൊരു മാതൃകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രേയിങ് ഫോർ അതേഴ്സ്. എത്ര വലിയൊരു മാതൃകയാണ് പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ മേഘാലയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് തുടർമാനമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മേഘാലയ. പ്രത്യേകിച്ച് അവിടുത്തെ ഗാരോ ബാപ്റ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു 2500 പേർക്ക് ഞാൻ 1 വർഷത്തെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് വളരെ സന്തോഷം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. എത്ര വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം പോകുന്നത് തന്നെ നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് അയ്യോ ഇത്രയും സമയമായോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വലിയൊരു അനുഗ്രഹമാണ്. അനേക ഉദാഹരണങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെ പഠിപ്പിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 4, മറ്റുള്ളവരുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന ഒരു പൗലൂസ് ശ്ലീഹയെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന ഒരു പൗലൂസ് ശ്ലീഹയെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, താൻ മറ്റുള്ളവരെ കൂടെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പൗലൂസ് ശ്ലീഹായെ നമുക്ക് തന്റെ പ്രാർത്ഥന എന്ന ജീവിതത്തിലൂടെ കാണാൻ സാധിക്കുന്നു. ഞാനൊരു പരിധി വരെ EGM-നെ വളരെയധികം പ്രശംസിക്കുകയാണ് ഇന്ന് രാവിലെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് അനേക ദൈവദാസന്മാർ കടന്നു വന്ന് പ്രസംഗിക്കുകയും അതിന്റെ ആരംഭ സമയങ്ങളിൽ അനേക സ്ഥലങ്ങളെ ഓർത്ത് നമ്മൾ മധ്യസ്ഥത കഴിക്കുക. എത്ര മാതൃകാപരമായ ഒരു രീതിയാണ്. വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. മറ്റുള്ളവരോട് പറയുകയാണ് ഇന്ന വിഷയങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 5-ാമത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പൗലൂസ് ശ്ലീഹയെ കാണാൻ സാധിക്കുകയാണ്.
പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന. നിങ്ങൾ നോക്കിയേ, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. എപ്പഫ്രാസ്, എൻ്റെ മെസ്സേജ് ഈ പ്ലാറ്റ്ഫോമിലുള്ള പലരും ആ എപ്പഫ്രാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൊലോസ്യർ 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ എപ്പഫ്രാസ് എന്ന് പറഞ്ഞാൽ കൊലോസ്യ സഭയിലെ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം പൗലൂസിന്റെ ഒരു പരസ്യയോഗത്തിൽ അറ്റൻഡ് ചെയ്ത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. അദ്ദേഹം കടന്നുപോയി ആരംഭിച്ച ഒരു സഭയാണ് ഈ കൊലോസി എന്ന് പറയുന്ന പട്ടണത്തിലെ സഭ. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാം, അവിടെ നമ്മൾ എഴുതുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ പോരാടി എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. പോരാടി. ഇങ്ങനെ പോരാടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പാഠം താൻ പഠിച്ചത് ആരിൽ നിന്നാണെന്നറിയാമോ? പൗലൂസ് ലീഹായിൽ നിന്നാണ്. നിങ്ങൾ നോക്കിയേ, കാരണം തൻ്റെ രാത്രിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് താൻ പ്രാർത്ഥനയിൽ പോരാടുന്ന പല പ്രാവശ്യം ഈ എപ്പഫ്രാസ് കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ നമുക്ക് സാധിപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന എൻ്റെ ഒരു പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ A.T. ഐൻസ്റ്റീൻ. അദ്ദേഹം ഒരു കനേഡിയൻ ആയിരുന്നു. ഞാൻ ഇന്നും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനം. അദ്ദേഹം ഇന്ന് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തെ ഞാൻ ഓർക്കാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. മുട്ടുമേലുള്ള ഇല്ലാത്ത പ്രാർത്ഥിക്കത്തില്ല. ഏത് സ്ഥലത്ത് പോയാലും ശരി, മുട്ടുമേലുള്ള പ്രാർത്ഥന. 2, തന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങിയാൽ 7 മണി വരെ. അത് യാതൊരു രീതിയിലും അദ്ദേഹം മാറ്റത്തില്ല. മോർണിംഗ് 4 to 7 മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന. അതും ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വേദപുസ്തകം തുറന്നു വെച്ചോണ്ട് വായിച്ചോണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. നിങ്ങൾ നോക്കിയേ, മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പൗലൂസ് ലീഹായെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യം 6-ാമതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, തുടർമാനകത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് നാളെ പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. താൻ എന്ത് ചെയ്യാന്നറിയോ? ഒരു കൺസിസ്റ്റൻസി തൻ്റെ പ്രാർത്ഥനയിലുണ്ട്, ഒരു തുടർമാനകത. അത് നമുക്ക് തൻ്റെ ശിഷ്യഗണങ്ങളിൽ പലരിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യഗണങ്ങൾ പലരും പ്രാർത്ഥിച്ചപ്പോൾ ആ കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മറ്റൊരു പദം ഉപയോഗിക്കും, പെർസിസ്റ്റൻസ് ഇൻ പ്രയർ എന്നൊരു പദം ഉപയോഗിക്കും. തുടർമാനമായി പ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ച് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ താൻ അതിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവീൻ എന്നെല്ലാം താൻ അവിടെ പദം ഉപയോഗിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ സാധിക്കുന്നു. 7-ാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും തൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൗതികമായ ഒരാവശ്യവും താൻ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നിട്ടില്ല. അതാണ് ഏറ്റവും നമ്മളെ ചലഞ്ച് ചെയ്യിപ്പിക്കുന്നതും നമ്മളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നതുമായ ഒരു കാര്യം. തൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും താൻ, പ്രത്യേകിച്ച് നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലൊക്കെ അവിടെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കുന്നത്, വചനം ശക്തമായി വെളിപ്പെടണം, വാതിലുകൾ തുറന്നു കിട്ടണം, ജനങ്ങൾ വിടുവിക്കപ്പെടണം. തൻ്റെ പ്രാർത്ഥന മുഴുവൻ ആത്മാക്കളെ ദൈവവചനം, ഇതായിരുന്നു തൻ്റെ പ്രാർത്ഥനയുടെ കീ എന്ന് പറയുന്നത്. ഒരു നാണയത്തിന്റെ 2 വശം പോലെ പ്രാർത്ഥനയും ദൈവവചനവും എന്നുള്ള വളരെ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു സുവിശേഷവും പ്രാർത്ഥനയും, ഇതെല്ലാം കോർത്തിണക്കി തന്നെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പോസ്തലനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മൾ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പൗലൂസ് ലീഹായെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളും പൗലൂസിനെ പോലെ എന്ത് ചെയ്യുക? നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരായി തീരണം. പ്രിയമുള്ളവരെ, ഒരു മാതാവിന്റെ തുടർമാനമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് വില്യം കേറി ഇന്ത്യയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ഞാൻ ഇന്ന് രാവിലെ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ഒരു മാതാവിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അവരുടെ വാതുക്കൾ ഉള്ള ഒരു സ്കൂളിൽ ഓരോ ദിവസവും ബസ് കൊണ്ട് നിർത്തുമ്പോൾ ആ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ ബസ്സിലെ ഒരു കുഞ്ഞ് ഇന്ത്യയിലെ മിഷണറി ആയിട്ട് മാറണമേ. എല്ലാ ദിവസവും ആ മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാതാവിന്റെ കണ്ണീരാണ് വില്യം കേറി ഇന്ത്യയിലേക്ക് കടന്നു വരാനിടയായത്. നിങ്ങൾ നോക്കിയാൽ ആ മനുഷ്യനെ ദൈവം എത്ര ശക്തമായി ഉപയോഗിച്ചു. ഏതെല്ലാം ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു. ഞാൻ ആ കൽക്കട്ട സലാംപൂർ യൂണിവേഴ്സിറ്റി പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഏതെല്ലാം ലാംഗ്വേജുകൾ, എത്രയെല്ലാം ജനങ്ങളെ സ്വാധീനം ചെയ്തു.
പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് ആർക്കും അറിയത്തില്ല. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു നേട്ടം എന്താണെന്നറിയോ? കർത്താവ് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ തുരുത്തി സൂക്ഷിച്ചു വെച്ചിരിക്കുക. കർത്താവ് നമ്മളവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കർത്താവ് ഞാനിങ്ങനെ ചില സമയത്ത് ഭാവനയെ കാണാറൊക്കെ ഉണ്ട്. കർത്താവ് പറയും, നീ അന്ന് പ്രാർത്ഥിച്ചില്ലേ ഓഗസ്റ്റ് മാസം 19 രാവിലെ? ആ പ്രാർത്ഥിച്ച ആത്മാവ് അതേ വന്ന് നിൽക്കുന്നത് കേട്ടോ. മേഘാലയക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചില്ലേ? അന്ന് പ്രാർത്ഥിച്ചതാ. അങ്ങനെ ആവുമ്പോൾ ദൈവമേ, കർത്താവെ, കുറച്ചുകൂടി ഞാനൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്രയോ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടേനെ എന്ന് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പൗലൂസിനെ പോലെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. രണ്ടാമത്, അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലൂസ് ശ്ലീഹായുടെ 11 സ്വഭാവ ഗുണവിശേഷങ്ങളിൽ 2-ാമത്തെ സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ അവിടെ എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ തന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവ ഗുണവിശേഷമാണ് എല്ലാറ്റിനും എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യും. ഞാന് തുടരെ പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. എൻ്റെ ക്ലാസ്സുകളിലും എൻ്റെ പ്രസംഗങ്ങളിലും ഒക്കെ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, ഒരു ഉദ്ധരണിയുണ്ട്. നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴും സ്തോത്രം ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം തരും. നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാലോ, കരയാനുള്ളത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ചില ആൾക്കാരെ കാണാൻ മേലെ അവരെല്ലാത്തിനും കുറ്റം പറയും. അവർക്ക് എന്ത് ചെയ്യുക? കുറ്റം പറയാനേ അവർക്ക് നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ജീവിതത്തിന്റെ ഏത് സാഹചര്യമായാലും ശരി, അതിന് നമ്മൾ എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. അങ്ങനെ സ്തോത്രം ചെയ്യാൻ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാനുള്ള അവസരത്തെ ദൈവം ഒരുക്കി തരും. പൗലോസ് ശ്ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ ഈ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് 3 പ്രധാനപ്പെട്ട പാഠങ്ങളെയാണ് തൻ്റെ സ്തോത്രം എന്നുള്ള ലൈഫ് പഠിപ്പിക്കുന്നത്. നമ്പർ 1, താൻ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, തൻ്റെ സ്തോത്രം ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. തന്നെ വല്ലപ്പോഴും സ്തോത്രം ചെയ്യുന്നതല്ല, എപ്പോഴും കൺസിസ്റ്റൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഏത് നിസ്സാര കാര്യത്തിനും അതുപോലെ തന്നെ ഏത് വലിയ കാര്യമായാലും ശരി, താൻ അതിന് സ്തോത്രം ചെയ്യുന്നൊരു സ്വഭാവം നമുക്കതുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. 2, നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ? താന് ദൈവത്തിനും മനുഷ്യർക്കും അതുപോലെ നന്ദിയും സ്തോത്രവും കരയറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ പദം ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിനാണ് നമ്മൾ സ്തോത്രം കരയറ്റുന്നത്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, നന്ദി. താൻ ദൈവത്തോട്, മനുഷ്യരോട് നന്ദിയും ദൈവത്തോട് സ്തോത്രവും കഴിപ്പിക്കുന്ന ഒരു പൗലോസ് ശ്ലീഹായെ നമുക്ക് കാണാൻ സാധിക്കും. ചില ആൾക്കാരുണ്ട്, അവര് പ്രാർത്ഥിച്ച് കാര്യമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഈ മഷിയിട്ട് നോക്കിയാൽ അവരെ കാണത്തില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചവർക്കും നന്ദി കരയേറ്റുന്ന പൗലോസ് ശ്ലീഹായെ പോലെ ഒരു സ്വഭാവത്തിലുടമയായിത്തീരണം. അതിന് നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാനിയേലിനെയാണ്. അവരൊരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു, കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അവരെ പരസ്പരം നന്ദി കരയേറ്റുന്ന ഒരു ദാനിയേലിനെ കാണാൻ സാധിക്കുന്നു. ഇനി 3-ാമത്, ആ സ്തോത്രം ചെയ്യുന്ന എന്നുള്ള ലെസനകത്ത് പഠിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു പാഠം, താൻ മറ്റുള്ളവരെ കൂടെ സ്തോത്രം ചെയ്യാൻ പഠിപ്പിക്കുന്ന പൗലോസ് ശ്ലീഹായെ കാണാൻ സാധിക്കുന്നുണ്ട്. ലെസൺ കൊടുക്കുകയാണ്. അതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. തൻ്റെ കൂടെ താമസിച്ച പല ശിഷ്യഗണങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ സ്തോത്രം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പ്രത്യേകിച്ച് തിമോത്തിയോസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, തിമോത്തിയോസ് പല സ്ഥലങ്ങളിലും കർത്താവിന് നന്ദി കരയേറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ 2-ാമത് പൗലോസ് ശ്ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്തോത്രം ചെയ്യുവാൻ പഠിപ്പിക്കും. 1, നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. 2, സ്തോത്രം ചെയ്യുന്നതിന് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ എപ്പോഴും സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുന്നത് നമുക്ക് 1-ാം തീയതി തൊട്ടാക്കണ്ട, ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് തുടങ്ങാം. 3, അതിന്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹായുടെ 3-ാമത്തെ ഒരു സ്വഭാവ ഗുണവിശേഷം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല സാക്ഷ്യത്തിന്റെ ഉടമയായിരുന്നു. നല്ല സാക്ഷ്യം. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്,
എപ്രകാരമാണ് പെരുമാറി എന്ന് നിങ്ങൾ എല്ലാവരും അറിയുന്നല്ലോ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അതിന്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ. പ്രത്യേകിച്ച് അതും 2-ാം അധ്യായം 10-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 3 പദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2-3 പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് പവിത്രമായും നീതിയായും അനന്യമായും. നോക്കിയേ, എത്ര മനോഹരമായ പദപ്രയോഗമാണ്. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്താണെന്നറിയോ? ഇന്നൊസെന്റ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നൊസെന്റ്. അതിന്റെ അർത്ഥം, നിങ്ങളിൽ ആർക്കും എന്നിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത നിലയിൽ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ ഒരു സാക്ഷ്യത്തിന്റെ ഉടമയായിരുന്നു പൗലോസ്ലീഹ. ഒരു കുറ്റവും നിങ്ങൾക്ക് കാണാത്ത രീതിയിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. അതാണ് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇത് ഓർക്കുമ്പോൾ ആ പാട്ടുകാരൻ പാടിയത് ഞാൻ ഓർക്കുകയാണ്. എത്രയോ ഭക്തന്മാർ വീണ ഒരു പോർക്കളത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പലതിനോടും നമ്മൾ നോ പറയേണ്ടതായ ആവശ്യകത കടന്നു വരും. പിന്നെ വേണ്ടാതെ ആൾക്കാർ പറയുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടയ്ക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് 3-മതായിട്ട് കാണുവാൻ സാധിക്കുന്നു പൗലൂസിന്റെ ഒരു സ്വഭാവം, നല്ല സാക്ഷ്യത്തിന്റെ ഉടമ. 4-മതായിട്ട് നമുക്കതിന്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ വാക്യഭാഗങ്ങളൊന്നും വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അവിടെ നമുക്കൊരു പ്രത്യേകത കാണാൻ സാധിക്കുന്നുണ്ട്. ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പൗലോസ്ലീഹ. ലക്ഷ്യം, ഒരു എയിം ഉണ്ടായിരിക്കണം. നമ്മുടെ സുവിശേഷ വേല, പ്രത്യേകിച്ച് മിഷണറിമാരായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. എന്താ നമ്മൾ ചെയ്യുന്നത്? രാത്രി ഞങ്ങൾ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു ചെന്നൈയിലെ ലീഡർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചില സ്ട്രാറ്റജിക്കൽ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെയൊക്കെ സുവിശേഷ വേലയിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾ എന്ത് ചെയ്യുക? ഒരു വളരെ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണം. പൗലോസ്ലീഹ ഇവിടെ തന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, വളരെ ഫോക്കസ്ഡ് ആയിരുന്നു, വളരെ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. തൻ്റെ ഫോക്കസ് വെച്ചിട്ടുള്ള ഏത് കാര്യം വന്നാലും അതിനോട് നോ പറയാൻ താൻ കടപ്പെട്ടവരായിരുന്നു. പ്രിയമുള്ളവര്, പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നോ പറയുക. അയ്യോ, എങ്ങനെയാ നോ പറയുന്നത്? പക്ഷെ പൗലോസ്ലീഹ അങ്ങനെയല്ലായിരുന്നു. താൻ എന്ത് ചെയ്തു? വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. എന്താണ്? ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, തന്റെ ലക്ഷ്യം എന്തായിരുന്നു? ജാതികളെ സുവിശേഷം എത്തിക്കുക, ജാതികൾക്ക് സുവിശേഷം എത്തിക്കുക. അതുപോലെ തന്നെ താൻ വളരെ ഫോക്കസ് ചെയ്തൊരു കാര്യമാണ്, സിനഗോഗുകൾ കേന്ദ്രമാക്കി അവിടെ ചെന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി കർത്താവായ യേശു ക്രിസ്തു രക്ഷകനാണ്, അല്ലെങ്കിൽ താൻ അഭിഷക്തനാണ്, താൻ ലോക വീണ്ടെടുപ്പുകാരനാണെന്നുള്ള കാര്യം താൻ പഠിപ്പിക്കുക. നിങ്ങൾ നോക്കിയേ, എത്ര ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ നോക്കിയേ, പത്രോസ്ലീഹായെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ വളരെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. എന്താ തന്റെ ജീവിതത്തിന്റെ ഫോക്കസ്? തന്റെ ഫോക്കസ് മറ്റൊന്നുമല്ല, തന്റെ പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രിസ്തുവിൽ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം, പരിജ്ഞാനത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തണം. അതായിരുന്നു തന്റെ ഏറ്റവും വലിയൊരു ഫോക്കസ്. അതാണ് നമുക്ക് 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും നിങ്ങൾ വളരുന്നവരായിത്തീരണം. തന്റെ ഒരു ലക്ഷ്യം അതാണ്. അതിനുവേണ്ടിയാണ് താൻ ഓരോ ലേഖനം എഴുതുമ്പോഴും ആ പരിജ്ഞാനത്തിൽ എത്തുവാൻ താൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ ബർണ്ണബാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചേ, ബർണ്ണബാസിന്റെ ഏറ്റവും വലിയൊരു ഫോക്കസ് ആയിരുന്നു എൻകറേജ്മെന്റ്. അനേകരെ എൻകറേജ് ചെയ്യുന്ന ബർണ്ണബാസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരോട് ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം വളരെ ഫോക്കസ് ആയിട്ട് പ്രവർത്തിക്കാം. മത്തായി സാറും ടീമും എത്ര ആത്മാർത്ഥമായിട്ട് അതിനായിട്ട് നിൽക്കുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൈത്താങ്ങലുകളെല്ലാം കൊടുത്ത് ഒരു ഭാവിയെങ്കിലും രക്ഷയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഫോക്കസ് ആയിട്ട് പ്രവർത്തിക്കാം. നമുക്കൊരു മിഷൻ സ്റ്റേഷൻ എടുക്കാം. ആ പല മിഷൻ സ്റ്റേഷനിലേക്ക് ഓടാതെ ഒരു മിഷൻ സ്റ്റേഷൻ എടുത്ത് അവിടെ നമ്മൾ ആത്മാർത്ഥമായി ഫോക്കസ് ചെയ്ത്
കർത്താവെ, അവിടെയുള്ള ഗാരോ കമ്മ്യൂണിറ്റി, അവിടെയുള്ള ഖാസി കമ്മ്യൂണിറ്റി, അവിടെയുള്ള നേപ്പാളീസ്, അവിടെയുള്ള ഭൂട്ടാനീസ്, കർത്താവ് അവർ യേശുക്രിസ്തുവിനെ അറിയാൻ ഒരു മുഖാന്തരമായി തീരണമേ എന്ന് പറയുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ നമുക്ക് കർത്താവിന് വേണ്ടി നേടാൻ സാധിക്കും. സ്തോത്രം. ഞാൻ ഇന്ന് നോക്കുമ്പോൾ എനിക്ക് നമ്പർ എത്ര പേരുണ്ടെന്നൊന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റ് അങ്ങ് എടുത്താൽ തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ത്യ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാനായിട്ട് സാധിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരോട് എന്ത് ചെയ്തോളും? നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ടുഗദർ വി ആർ ബെറ്റർ. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വലിയ കാര്യങ്ങളെ കർത്താവിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. 5, പൗലോസ്ലീഹയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു രീതി നമുക്ക് അതിന്റെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തന്റെ രീതി എങ്ങനെയായിരുന്നു അറിയോ? കഷ്ടവും അപമാനവും സഹിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. കഷ്ടവും അപമാനവും സഹിച്ച്. പ്രിയമുള്ളവരെ, താന് എന്തുമാത്രം കഷ്ടമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഫ്ലിക്ഷൻ എന്നാ പറയുന്നത്. അഫ്ലിക്ഷൻ, അതായത് ശാരീരികമായ പീഡനങ്ങള്. പിന്നെ ഇവിടെ അപമാനം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മാനസികമായ ടെൻഷൻ എന്നാ പറയുന്നത്. മാനസികമായ, അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലായിട്ടുള്ള ഒരു വശത്തുള്ള ഒരു പ്രഷർ, മറുവശത്ത് മെന്റൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ അതേ രീതിയിലുള്ള ഒരു സഫറിങ് ആണ് പൗലോസ്ലീഹ ഇപ്പൊ ഇവിടെ കടന്നു പോകാൻ. നമുക്കറിയാം, രാത്രി മുഴുവൻ താൻ ചില സമയത്ത് അധ്വാനിക്കുന്നു. പകല് പരസ്യയോഗങ്ങള്, സിനഗോഗുകളിലെ ക്ലാസ്സുകള്, അതുപോലെ അത് അന്നത്തെ കാലത്ത് 4 വീലർ ഇല്ല, 2 വീലർ ഇല്ല. നിങ്ങൾ നോക്കിയ സോഷ്യൽ മീഡിയ ഇല്ല. താൻ യാത്ര ചെയ്യുകയാണ്, കിലോമീറ്ററുകൾ നടന്നു യാത്ര ചെയ്യുന്നു. മാത്രമല്ല, ഇതിന്റെ എല്ലാ അനുഭവമായിട്ട് പിടിച്ച് വൈകിട്ട് കൊണ്ട് എവിടെ കൊണ്ടിടുന്നു? കാരാഗ്രഹത്തിൽ കൊണ്ടിടും. അന്നത്തെ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ടൈലുള്ളതോ കട്ടിലുള്ളതൊന്നും അല്ല. പൊളിഞ്ഞു കിടക്കുന്നതും ധാരാളം ഇൻസെക്ട്സുകൾ ഉള്ളതുമായ കാരാഗ്രഹമാണ്. ഞാൻ സഭാചരിത്രത്തിൽ ഒരു മോഡൽ ഓഫ് പെർസിക്യൂഷനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വളരെ ഞെട്ടിപ്പോയി. ഒരു ബാഗാണ്, ഒരു പ്ലാസ്റ്റിക്, ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് പോലത്തെ വലിയൊരു ബാഗാണ്. ആ ബാഗിനകത്ത് എലി, പാമ്പ്, പഴുതാര, അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവികളുണ്ട്. ആ ജീവികളുള്ള ആ പാക്കറ്റിനകത്തേക്കാണ് ഒരാളെ എന്ത് ചെയ്യുന്നത്? അന്നത്തെ കാലത്ത് പീഡനത്തിന്റെ ഒരു രീതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് ഇറക്കി മണിക്കൂറുകൾ നിർത്തുക. അന്നേരം ഈ ഇൻസെക്ട്സിന്റെ എല്ലാം ബൈറ്റിങ്, ഇതെല്ലാം കഴിഞ്ഞാണ് അദ്ദേഹത്തെ വെളിയിലോട്ട് ഇറക്കുന്നത്. അന്നേരം നോക്കിയ അദ്ദേഹത്തിനുണ്ടാകുന്ന മെന്റൽ സ്ട്രെയിൻ എന്തുമാത്രമാണ്, ഫിസിക്കൽ അഫ്ലിക്ഷൻസ് എന്തുമാത്രമാണ്. എന്തിനു വേണ്ടി? പണിയില്ലായിട്ടാണോ? എത്രയോ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ, കർത്താവിന് വേണ്ടി അപമാനപ്പെടുവാൻ, താൻ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ചെറിയ ഇൻസെക്ട്സിന്റെ ബൈറ്റ്, അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ കടി, അല്ലെങ്കിൽ എലിയുടെ ഒരു കടി, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടപ്പെട്ടു എന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അതെല്ലാം കഷ്ടപ്പെടുവാൻ താൻ തയ്യാറായി തീർന്നു. ഞാൻ 6-മതൊരു പോയിന്റ് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. 6-മത്തെ പോയിന്റ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, വലിയ പോരാട്ടം. അവിടെ പദം ഉപയോഗിച്ചിട്ടുണ്ട്, 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വലിയ പോരാട്ടം. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എങ്ങനെയാണെന്നറിയോ? ഒരോട്ടക്കാരൻ ഒരോട്ടത്തിന് വേണ്ടി തന്നെ ശാരീരികമായി തയ്യാറാക്കപ്പെടുന്നത് പോലെ. നമുക്കറിയാം, ഒരു ഓട്ടക്കാരൻ ഓട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തുമാത്രം മണിക്കൂർ സ്ട്രെയിൻ എടുത്ത് തന്റെ ബോഡിയെ ഷേപ്പ് ആക്കുന്നത് പോലെ രീതിയിലുള്ള പോരാട്ടങ്ങളാണ് തന്റെ ജീവിതത്തിൽ ഓരോരുത്തർ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നത്. നമ്മൾ കൊരിന്തി ലേഖനമൊക്കെ വായിക്കുമ്പോൾ പൗലോസ്ലീഹ പ്രത്യേകം പറയുന്ന ഒരു പദമുണ്ട്, അകത്തു നിന്നും പുറത്തു നിന്നുള്ള വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങൾ. പ്രത്യേകിച്ച് മത്തായി സാറിനോടൊക്കെ ചോദിച്ചാൽ ഒരു പ്രസ്ഥാനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുമാത്രമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, എന്തെല്ലാം പോരാട്ടങ്ങളാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ ഫീൽഡിലായിരിക്കുന്ന ധാരാളം മിഷണറിമാർ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഞാൻ മറ്റുള്ള അധിദാസന്മാരോടും എല്ലാവരോടും ഓർപ്പിക്കട്ടെ, ഏതെല്ലാം രീതിയിലുള്ള മെന്റൽ സ്ട്രെയിനിലൂടെയാണ് അവർ കടന്നു പോകുന്നറിയോ? നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എതിർപ്പുകൾ, എവിടെ നിന്നെല്ലാമുള്ള എതിർപ്പുകൾ, കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ, സഭയിൽ നിന്നുള്ള എതിർപ്പുകൾ, മിഷൻ ഫീൽഡിൽ നിന്നുള്ള എതിർപ്പുകൾ,
ഇതിന്റെ എല്ലാം നടുവിൽ എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഓടുന്ന മിഷണറിമാരെ നമുക്ക് സല്യൂട്ട് ചെയ്യാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹയുടെ ഒരു പ്രത്യേകതയാണ് പോരാട്ടങ്ങൾ സഹിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ ഈ മിഷൻ ഫീൽഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, ഇതെല്ലാം കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ട് വേണം മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങാൻ. നമ്മൾ പ്രസ്ഥാനം നടത്തുമ്പോൾ, ഞാനൊരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്, ചില സമയത്ത് ഇതുപോലെയുള്ള മെന്റൽ ഫിസിക്കൽ സ്ട്രഗിൾസ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ നമുക്കൊരു സന്തോഷമുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ, അനേകർ കർത്താവിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്. ഇന്ന് രാവിലെ 3 മണിയായപ്പോൾ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ എന്നെ സ്വീകരിക്കാൻ കടന്നു വന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഒരു വില്ലേജിൽ നിന്ന് ഒരു അനാഥനായി ഞങ്ങളുടെ കോളേജിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ആ ചെറുപ്പക്കാരന് ദൈവം എല്ലാ രീതിയിലുള്ള ഞങ്ങള് ട്രെയിനിങ്ങുകൾ കൊടുത്തു. ഇന്ന് രാവിലെ 3 മണിയായപ്പോൾ, സാർ ഞാനിവിടെ ഉണ്ട്. എത്ര സന്തോഷമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം ഇന്ന് വില്ലേജുകളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുനെൽവേലി എന്ന പട്ടണത്തിൽ ഒരു ഹോട്ടൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുക. താൻ ജോലി ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്നും വേസ്റ്റ് അല്ല. നമ്മള് EGM-നോട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ നിങ്ങൾ ഒരു പൈസയെങ്കിലും രൂപ കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം നിത്യതയിൽ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്ന് നിത്യതയുടെ തുറമുഖത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അനേക ആത്മാക്കളെ കണ്ട് സന്തോഷം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഥാനുവദിച്ച നാളെ നമുക്ക് ഇതിന്റെ ബാക്കി പഠിക്കാം. എന്നെ ഓർത്തും ഇന്ന് പകൽ നടക്കുന്ന ശുശ്രൂഷയോർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടും.